മലപ്പുറം ജില്ലയിൽ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് വന്നിട്ടും +1 സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ്. ജില്ലയിലെ 82,446 അപേക്ഷകരിൽ ഇനിയും അവസരം ലഭിക്കാനുള്ളത് 32,410 വിദ്യാർത്ഥികൾക്കാണ്. മെറിറ്റിൽ ഇനി ശേഷിക്കുന്നത് 44 സീറ്റുകൾ മാത്രം. ഇവരുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, അധ്യയന വർഷം ആരംഭിച്ചിട്ടും ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇതുവരെയും ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടില്ല അല്ലേ? സുരേഷ്, പ്രധാനമായി പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആവർത്തിച്ചുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ +1 സീറ്റ് പ്രതിസന്ധി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം കള്ളക്കണക്കുകൾ പറഞ്ഞതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ അതെല്ലാം പാടെ തള്ളിക്കഴിയുന്ന ഒരു കണക്കാണ് ഇന്ന് മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം സർക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഏകദേശം 32,410 കുട്ടികളാണ് ഇനിയും അവസരത്തിനായി കാത്തു നിൽക്കുന്നത്. എല്ലാം കൂടി, അതായത് മാനേജ്മെന്റ് കോട്ടയും സ്പോർട്സ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടകൾ ഉൾപ്പെടെ ഇതെല്ലാം കൂടി ചേർത്താലും ഇനി 6,437 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അതുകൂടി, അല്ലെങ്കിൽ ഈ 6,000 സീറ്റ് കൂടി പരിഗണിച്ചു കഴിഞ്ഞാലും 25,973 വിദ്യാർത്ഥികൾ പുറത്തു നിർത്തേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് വാസ്തവം. അതിനെ എങ്ങനെ സർക്കാർ നേരിടും എന്നുള്ളതൊരു ചോദ്യമാണ്. കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് ഈ വിഷയത്തിന്മേൽ അധിക സീറ്റ് മാത്രം അനുവദിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തെ ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിച്ചിരുന്നത്. എന്നാൽ അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യത്തിന് സർക്കാർ ഇതുവരെ സ്വീകാര്യത അല്ലെങ്കിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അധിക ബാച്ചുകളാണ് വേണ്ടത്. അതിന് പകരം കുട്ടികളെ തിക്കി നിറച്ചുകൊണ്ട് ഏകദേശം 60 കുട്ടികളിലുപരി ഇപ്പോൾ ഓരോ ക്ലാസ് റൂമിലും വരും. ഇത്തരത്തിലാണെങ്കിൽ നോക്കി കാണുകയാണെങ്കിൽ, പക്ഷെ ഇനിയും കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി അത് ശരിയല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വിവരം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, കുട്ടികൾ വളരെ അധികമാണ്. SSLC പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ളതും മലപ്പുറത്ത് തന്നെയാണ്. മുഴുവൻ A+ കിട്ടിയ കുട്ടികൾക്ക് വരെ വിചാരിച്ച കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. തൊട്ടു മുമ്പ് നമ്മൾ സംസാരിച്ചൊരു കുട്ടി 9 A+ ഒരു Aയും കിട്ടിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് പോലും കൃത്യമായിട്ട് താൻ കരുതിയ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം മലപ്പുറത്ത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സീറ്റ് പ്രതിസന്ധി, +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. KP